നമസ്കാരം, ഞാൻ അരുണിമ എ. ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമുക്ക് ആറാം തരത്തിലെ ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്ര പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യ പാഠഭാഗമായ കാസ്കറ്റ്സ് ഓഫ് ലൈഫ് എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാനായി പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് ഒന്ന് നോക്കാം. കൂട്ടുകാരെ, എന്താണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്? അതെ, ഒരു പെൺകുട്ടി തൻ്റെ പൂന്തോട്ടത്തിലൂടെ നടക്കുന്നതാണ്. എന്താണ് ആ പെൺകുട്ടി പറയുന്നത്? സോ പെയിൻഫുൾ അറ്റ് ദി ബൈറ്റ് ഓഫ് സച്ച് എ സ്മോൾ ഇൻസെക്റ്റ്. എന്തൊരു വേദനയാണ്! ഇത്തരത്തിലുള്ള ചെറിയ ജീവി കടിക്കുമ്പോൾ എന്തൊരു വേദന എന്നാണ് പെൺകുട്ടി പറയുന്നത്. അതിന് താഴെയുള്ളത് എന്താണ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. മിനു വാസ് വാക്കിംഗ് അലോങ് ദി ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഹൗസ്, ഹമ്മിങ് എ ട്യൂൺ. അറ്റ് വൺസ് സംതിങ് pricked her. It's so painful. She was surprised when she saw a little black insect on her hand. How tiny the creature is! അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ പേജ് വായിച്ചു നോക്കിയല്ലോ. അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന പാരഗ്രാഫും വായിച്ചു. എന്താണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്? അതെ, മിനു എന്നൊരു പെൺകുട്ടി തൻ്റെ വീടിന് മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ അവളെ കടിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എന്തൊരു വേദനയാണ്. അങ്ങനെ അവൾ കടിച്ച ഭാഗത്ത്, തൻ്റെ കയ്യിലാണ് കടിച്ചത്, ആ ഭാഗത്തേക്ക് അവൾ നോക്കിയപ്പോൾ അവിടെ ചെറിയ ഒരു കറുത്ത ജീവിയെ കണ്ടു. പിന്നെ അവൾ അതിന് മുകളിലായിട്ട് നമ്മൾ വായിച്ചൊരു കാര്യമാണ്, ഇത്തരത്തിലുള്ള ഈ ചെറിയ ജീവിയുടെ കടി എത്ര വേദനയുള്ളതാണെന്ന് മിനു എന്ന ഈ പെൺകുട്ടി പറയുന്നു. കൂട്ടുകാരെ, നമ്മൾ മിനുവിൻ്റെ സംഭാഷണത്തെ കേട്ടു. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 8 നിങ്ങൾക്കായൊരു പ്രവർത്തനമുണ്ടല്ലോ. പിരമിഡ് പൂർത്തിയാക്കുക. പ്രവർത്തനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. കൂട്ടുകാരെ, ഇതാണ് ചോദ്യം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പേജ് നമ്പർ 8 എടുത്താൽ ഈ ചോദ്യം ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ നോട്ട് ബുക്കിലും വരയ്ക്കാൻ മറക്കില്ലല്ലോ. പിരമിഡ് മാത്രം വരച്ചാൽ മതി. പിന്നെ അതിനകത്തുള്ള ഉത്തരവും എഴുതുക. Try to write down the organisms given below in the order of their size. Let the biggest be the first. Goat, elephant, camel and horse. ഇത്രയും മൃഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആട്, ആന, ഒട്ടകം, ഉറുമ്പ്, കുതിര. ഈ കാണുന്ന പിരമിഡിൽ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള മൃഗങ്ങളുടെ, അതായത് വലിപ്പം അനുസരിച്ച് താഴേക്ക് എഴുതുക. ഇവിടെ പിരമിഡിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നത്, ഒപ്പം മൃഗങ്ങളുടെ വലിപ്പം കുറഞ്ഞ് എഴുതുക. ആദ്യം ആന, പിന്നെ ഒട്ടകം, പിന്നെ കുതിര, പിന്നെ ആട്, പിന്നെ ഉറുമ്പ്. ഫസ്റ്റ് എലിഫൻറ്റ്, നെക്സ്റ്റ് camel, then horse, then goat, at last ant. ഇത്ര വരെ നമ്മളെല്ലാവരും പഠിച്ചു. ഇനി നമുക്ക് സൂക്ഷ്മജീവികളെ പറ്റി പഠിച്ചാലോ. എന്താണ് ഈ സൂക്ഷ്മജീവികൾ? വാട്ട് ഈസ് മൈക്രോ ഓർഗാനിസംസ്? ഇതിൻ്റെ ഇംഗ്ലീഷ് നാമമാണ് മൈക്രോ ഓർഗാനിസംസ്. വാട്ട് ഈസ് മൈക്രോ ഓർഗാനിസംസ്? The organisms which we cannot see with our naked eyes is called microorganisms. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സൂക്ഷ്മമായ ജീവികളെയാണ് സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിൽ പലതരത്തിലുള്ള സൂക്ഷ്മജീവികളുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. എന്നാൽ ഇവയെ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല എന്ന് നമ്മൾ പഠിച്ചല്ലോ. പിന്നെ എങ്ങനെയാണ് ഇവയെ കാണാൻ സാധിക്കുന്നത്? അതെ, നമ്മൾ കഴിഞ്ഞ കൊല്ലം 2 ഉപകരണങ്ങളെ പരിചയപ്പെട്ടിരുന്നു. ഒന്ന്
ഹാൻഡ് ലെൻസ്, രണ്ടാമത്തേത് മൈക്രോസ്കോപ്പ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതിനെ വലുതായി കാണിക്കുന്നതാണ് ലെൻസ്. സൂക്ഷ്മജീവികളെ ഒന്നും ലെൻസിനെ കൊണ്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ മൈക്രോസ്കോപ്പ് ഇതിനെ സഹായിക്കുന്നു. മൈക്രോസ്കോപ്പ് എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ വിവരണത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? മൈക്രോസ്കോപ്പ്. മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് cannot be seen by the naked eye can be observed through the microscope. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് ലിപ്പർഷെ എന്ന ശാസ്ത്രജ്ഞനാണ് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുന്നതെല്ലാം നമ്മൾ ICT വിക്ടേഴ്സ് ക്ലാസ്സിൽ കണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.